മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തില്ല, യാത്രയിലായിരുന്നു. തിരുവനന്തപുരത്ത് കുറേ ജോലി ഉണ്ടായിരുന്നു. എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി, രാവിലെ ഇറങ്ങിയിട്ട്. നല്ല അനുഭവമായിരുന്നു. എന്നാലും മിനിങ്ങാന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയണ്ടായി മലയാളത്തിലെ മന്ത്രം എന്ന്. മലയാളത്തിലെ മന്ത്രത്തെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞു. ഇന്ന് വേറൊന്ന് പറയുന്നു. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഇതൊരു മന്ത്രമാണ്. എന്താ ഇതിന് മന്ത്രം എന്ന് പറയാൻ കാരണം അറിയോ? നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയാം. മന്ത്രങ്ങളിൽ ഭൂരിഭാഗവും സന്ദേശമാണ്. മനനേന ത്രായതേ ഇതി മന്ത്ര, മനനാത് ത്രായതേ ഇതി മന്ത്ര. ആ മന്ത്രം നമ്മൾ ആലപിക്കുകയാണെങ്കിൽ, നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, സ്വയം വിവരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാളെ തിന്മയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അയാൾ തിന്മയിലേക്ക് പോകുന്നതിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നന്മയിൽ തന്നെ നിലനിർത്തുന്നത് എന്തോ അതിനെയാണ് മന്ത്രം എന്ന് പറയുക. മനനേന ത്രായതേ ഇതി മന്ത്രം. മനനം ചെയ്യുന്നത് കൊണ്ട് സംരക്ഷണം ലഭിക്കുന്നത് എന്തോ അതാണ് മന്ത്രം. ഇത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. വെറുതെ അതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഏത് പ്രാർത്ഥന ആലപിക്കുമ്പോഴും ഏത് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അർത്ഥവും കൂടി ഒന്നറിയാൻ, സന്ദേശവും കൂടി ഒന്നറിയാൻ ശ്രമിക്കണം. വികാര വിചാരങ്ങൾ അവിടെ ഇരിക്കട്ടെ. വികാര വിചാരങ്ങൾക്ക് ആധാരമായ ഫേഷ്യൽ വാക്കുകൾ ആ വാക്കുകൾ ശ്രദ്ധിക്കാം. അപ്പോ താൻ താൻ നിരന്തരം, അർത്ഥം മനസ്സിലായല്ലോ? ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പാസ്റ്റിൽ ചെയ്തത്, ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, ഇനി ചെയ്യാൻ പോകുന്നത്, ആ കർമ്മങ്ങളും കർമ്മഫലങ്ങളും കർമ്മത്തിന്റെ പ്രതിഫലങ്ങളും താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരും. ഇത് ശരിക്കും വാൽമീകി രാമായണത്തില് രത്നാകരൻ എന്ന കാട്ടുകള്ളന്റെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞതാ. ഞാൻ ഈ മഹർഷിമാരെയും നല്ലവരെയും എല്ലാം കെട്ടിയിട്ട് അവരുടെ ഭാണ്ഡങ്ങൾ തട്ടിപ്പറിച്ച് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ കൊണ്ടുവരുന്ന സാധനം നിങ്ങളെല്ലാവരും കഴിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്ന തിന്മയുടെ ഫലവും നിങ്ങൾ പങ്കുവെക്കുമല്ലോ എന്ന് രത്നാകരൻ ചോദിച്ചു. മഹർഷിമാരുടെ നിർദ്ദേശമനുസരിച്ച് ഭാര്യയോട് ചോദിച്ചു. ആ ഭാര്യയോട് ചോദിച്ചപ്പോ ഭാര്യ, കാട്ടാളത്തിയായ ഭാര്യ, തിരിച്ചു പറഞ്ഞത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരും. ഇംഗ്ലീഷിൽ സർ ഐസക് ന്യൂട്ടന്റെ ഒരു വരിയുണ്ട്. ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് കർമ്മത്തിനും അതിനൊരു പ്രതികർമ്മമുണ്ട്. ഫോർ എവ്രി ഗുഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. ഫോർ എവ്രി ബാഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. അപ്പൊ ആലോചിച്ച് നോക്കാം, രണ്ടും തമ്മിൽ എന്താ ബന്ധം? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നുള്ള സ്ഥാനത്ത് താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ for every action there is an equal and opposite reaction to be experienced by the actor. To be experienced by the actor. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. ഭാരതത്തില് അവനവൻ അനുഭവിക്കണം. ഹർത്താലിനും ബന്ദിനും ഉള്ളത് വേറെയാണ്. അത് ഓരോരുത്തര് ഹർത്താലും ബന്ധും ആഹ്വാനം ചെയ്തപ്പോൾ അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. പക്ഷെ ജീവിതത്തില് 2-3 ദിവസത്തെ പത്രങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ സിനിമാ നടന്മാരെ കുറിച്ച്. അത് വികാരമില്ലാതെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. വികാരമില്ലാതെ വിശകലനം ചെയ്ത് നോക്കാം. ഇതേപോലെ ഇന്നത്തെ മാതൃഭൂമിയില് ദേവികുളത്തെ അവിടുത്തെ ഇടുക്കിയിലെ ഡെപ്യൂട്ടി കളക്ടർ, അസിസ്റ്റന്റ് കളക്ടറോ ഡെപ്യൂട്ടി കളക്ടറോ ആയിട്ടുള്ള റാം, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു പോകുമ്പോ വാശിയോടുകൂടിയും പകയോടുകൂടിയും ബാക്കി ജോലികളൊക്കെ അവിടെ ഇട്ടെറിഞ്ഞിട്ടല്ല അങ്ങേര് പോയത്. ഈ അവിടെയുള്ള കുട്ടികൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റാതെ അതിനെല്ലാ സൊല്യൂഷനും ഉണ്ടാക്കിയിട്ട് താൻ ആ കസേര ഒഴിയുമ്പോ 2000-ലധികം ബർത്ത് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടിട്ട് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടാണ്. അപ്പോ സർക്കാരിന്റെ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഒരു കളക്ടർ, അസിസ്റ്റന്റ് കളക്ടറോ ഡെപ്യൂട്ടി കളക്ടറോ.
മറിച്ച് ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് പാതിരാത്രി വരെ വർക്ക് ചെയ്തിട്ടാണ് പോയത്. ഒന്നാലോചിച്ച് നോക്കുക, ഈ മനുഷ്യൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ബാക്കിയുള്ളവരെ കൊണ്ട് അത് വിചാരിപ്പിച്ച് ചെയ്യിച്ചു അദ്ദേഹം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ളത്. പ്രതിഷേധിച്ച് ഇട്ടെറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോവുക ഒരു IAS കാരന് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാറ് താൻ ചെയ്യേണ്ടത് ഭംഗിയായിട്ട് ചെയ്യാം. ആ റാം ആയിരിക്കട്ടെ കേരളത്തിലെ യുവാക്കളുടെ ഏറ്റവും വലിയ എന്താ പറയുക പ്രതിബിംബം, ഇമേജ്. അത് മാതൃഭൂമി നല്ല പോസിറ്റീവായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും നന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്രയാ മാധ്യമ സപ്പോർട്ട് കിട്ടുന്നത് നോക്കുക. ഗംഭീരമായിട്ട് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും അയാൾ ചോദിച്ചിട്ടൊന്നുമല്ല, അയാൾ ഒരു ഡെപ്യൂട്ടി കളക്ടറോ അസിസ്റ്റന്റ് കളക്ടറോ മറ്റോ ആണ്. പക്ഷെ ഒരു വ്യക്തി ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇരുന്നിട്ട് ഒരു മന്ത്രിക്കും ഒരു എന്താ പറയുക പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ കോടതിയിൽ ചെന്ന് മാപ്പ് പറയുകയും ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അവരൊന്നും ഒന്നും അല്ലാതെയാവുകയാണ്. ചെറിയ ആശുക്കളെ പോലെയുള്ളവർ. ഇതാണ് റാം സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടാണ് മാതൃഭൂമി ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വിഷയം മാറിപ്പോയതല്ല. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ അത് താൻ അനുഭവിച്ചെടുക്കുന്നവർ. കാരണം അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നന്മ ചെയ്യുന്നതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അത് വേറെ ഏത് രീതിയിലാണ് നമുക്ക് കിട്ടുക? ആൾക്കാർ നല്ലത് പറയട്ടെ. ഏതായാലും ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നത് അത് എനിക്ക് വലിയ സന്തോഷം തോന്നിയതാണ്. ഇന്നലെ ഉണ്ടായ അനുഭവങ്ങളുടെ പരമ്പര. ഇവിടെ ഈ റാമിനെ പോലെയുള്ളവര് അല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാര് ആലോചിച്ച് നോക്കാം. ഇന്റർനാഷണൽ ലെവലില് കേരളത്തിൽ പല ലോണും കൊടുത്തിരിക്കുന്ന ഇന്റർനാഷണൽ അതോറിറ്റിയെ ഒരു മന്ത്രി അവഹേളിച്ചു. ശരിക്കും അവർ പറഞ്ഞിരുന്നു റേഷ്യൽ ഡിസ്ക്രിമിനേഷനിലെ വാക്ക് ഉപയോഗിച്ച സ്ഥിതിക്ക് ഇത് പ്രതികാരം ചെയ്യുന്നത്. എന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്നത്? ബുദ്ധിസ്ഥിരതയുള്ള ഒരു കസേരയിൽ ഇരിക്കേണ്ട വ്യക്തി ബുദ്ധിസ്ഥിരത ഇല്ലാത്തതുപോലെയൊക്കെ പറയാൻ പോണത് എന്തിനാ? അതുപോലെ എത്ര വ്യക്തികളുമായിട്ടാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ മന്ത്രിമാർ ബന്ധപ്പെടുന്നവരൊക്കെ സമൂഹത്തിൽ കളങ്കിതരാണ്. ഈ കളങ്കിതരുമായിട്ട് കൂടിച്ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വിഷയം മാറിപ്പോയതല്ല. ഇപ്പം ഞാൻ ഏതെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കർമ്മമാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും റിവാർഡും എനിക്കുണ്ടാവും. ചീത്ത കർമ്മമാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും പണിഷ്മെന്റും എനിക്കുണ്ടാവും. അതാണ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരും. നല്ല രീതിയിൽ ചിന്തിക്കണം. അബദ്ധം പറ്റിയെന്ന് വരാം തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ നേരത്തെ എന്നും പറയാറുള്ളവർ, ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. വാശി ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, വാശി നിലനിർത്തിക്കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമില്ല. അഹങ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അഹങ്കരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. തെറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം എറർ ഈസ് ഹ്യൂമൻ ബീയിങ്, എറർ ഈസ് ഹ്യൂമൻ ബീയിങ്, എറർ ഈസ് ഹ്യൂമെയിൻ എന്തോ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. തെറ്റെന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തെറ്റ് ചെയ്തു കഴിഞ്ഞു, ക്ഷമ പറഞ്ഞു, ദാറ്റ്സ് ഓവർ. പക്ഷെ അടുത്തതും അതേപോലത്തെ തെറ്റുകളും അതേപോലത്തെ നികൃഷ്ടമായ വാക്കുകളും നീചമായ വാക്കുകളും എല്ലാം വികാരത്തിൻ്റെയോ അല്ലെങ്കിൽ വിചാരമില്ലായ്മയുടെയോ പുറത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോവാം. എന്നെങ്കിലും ഇതൊക്കെ പിടിക്കപ്പെടില്ലേ? ആരായാലും പിടിക്കപ്പെടില്ലേ? നോക്കണ്ടേത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മലയാള മന്ത്രം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നുള്ളത് ഓർമ്മിക്കണം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാവുന്ന ഒന്ന് രണ്ട് വരികൾ കൂടിയുണ്ട്. താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാത്ത കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. താൻ നിരന്തരം പറയേണ്ടത് പറയാത്തതിന്റെ ബലം താൻ അനുഭവിച്ചിടുകെന്നേ വരും. അപ്പോ താൻ നിരന്തരം പറയുന്നതിന്റെ ഇഫക്റ്റും താൻ അനുഭവിക്കണം. എത്ര എക്സ്ട്രാപ്പൊളേഷൻ ഈ മന്ത്രത്തിന് സാധിക്കും എന്നുള്ളത് നോക്കാം. ഏത് മന്ത്രം, ഏത് വരി, ഏത് ശ്ലോകം, ഏത് കവിത, ഏത് വാക്കുകള്, ഏത് കോൺവെർസേഷൻ നിങ്ങളിൽ നിന്നുണ്ടാവുകയാണെങ്കിലും അർത്ഥവും സന്ദേശവും അറിയാൻ ശ്രമിക്കാം. ഞാനും ശ്രമിക്കുന്നുണ്ട്. കഴിയുന്നത്രയും ജീവിതത്തിൽ പകർത്തുന്ന കാര്യങ്ങളാണ് യൂട്യൂബിൽ പറയുന്നത്. ചിലപ്പോൾ കുറ്റം ആരോപിക്കാൻ ഒന്ന് രണ്ടെണ്ണം എക്സെപ്ഷനും കണ്ടുവന്ന് വരും. ഏതായാലും ആ വരികൾ മറക്കരുത്. പ്രണാമം, നമസ്കാരം.